ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് ദൈവം നമ്മളോട് 3 വാക്കുകളിൽ കൂടിയാണ് സംസാരിക്കുന്നത്. ആസ്ക്, സീക്ക്, നോക്ക്. ആസ്ക്, യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. സീക്ക്, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. നോക്ക്, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഈ 3 വാക്കുകളും നമ്മുടെ ആത്മീയ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൽ നിന്ന് പെട്ടെന്നൊരു മറുപടി ലഭിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തോടു കൂടിയതാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തോട് നാം യാചിക്കുമ്പോൾ അത് വെറും വാക്കുകളായി മാത്രം തീരാതെ വിശ്വാസത്തോടുകൂടി, ക്ഷമയോടുകൂടി, ശരിയായ മനോഭാവത്തോടുകൂടി ദൈവത്തോട് നാം യാചിക്കണം. ഭർത്തിമായി, ദാവീദപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് യേശുക്രിസ്തുവിനോട് വിശ്വാസത്തോടു കൂടിയാണ് യാചിച്ചത്. അതുകൊണ്ടാണ് ഭർത്തിമായിക്ക് കാഴ്ച ലഭിച്ചത്. 2-ാമത്തെ വാക്ക് സീക്ക്. എന്താണ് നാം അന്വേഷിക്കേണ്ടത്? ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാണ് പറയുന്നത്. ശലോമോൻ രാജാവ് ആവശ്യപ്പെട്ടത്, ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ എന്നാണ്. നമ്മുടെ അന്വേഷണങ്ങൾ ഭൗതികമായതിൽ നിന്ന് ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് മാറണം. 3-ാമത്തെ വാക്ക് നോക്ക്, മുട്ടുക. ദൈവസാന്നിധ്യത്തിൻ്റെ വാതിലുകൾ മുട്ടണം നമ്മുടെ പ്രാർത്ഥനകളിലൂടെ. ഹന്ന പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് മുട്ടിയപ്പോൾ, ആവശ്യപ്പെട്ടപ്പോൾ ദൈവം ഒരു മകനെ നൽകി, ശമൂവേലിനെ നൽകി. ദൈവ കരുണയ്ക്കായി, കനിവിനായി, വിവേകത്തിനായി ദൈവത്തോട് മുട്ടുവാൻ നാം തയ്യാറാകണം. ദൈവത്തോട് യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നോമ്പ് അർത്ഥപൂർണമായി തീരുന്നത്. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.